ദില്ലിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പോലീസിന് നൽകിയിരിക്കുന്നു. ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ പാടില്ല, വെറുതെ ഇരിക്കുവാൻ പാടില്ല, പൊതു ഇടങ്ങളിൽ ക്രോസ് വാച്ചിങ് 24 മണിക്കൂറും നടത്തണമെന്ന് എല്ലാ SHOമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ദേവേഷ് കുമാർ മഹലയാണ് ഈ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഡൽഹിയിലെ സെൻസിറ്റീവ് ഇടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ന്യൂഡൽഹിയിൽ മാത്രം 10 പോലീസ് സ്റ്റേഷനുകളുണ്ട്. SHOമാർ രാവിലെയും വൈകിട്ടും പൊതുസ്ഥലങ്ങളിൽ ബ്രീഫിംഗ് നടത്തണം. പിക്കറ്റ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ ഓരോ ഷിഫ്റ്റിലും 2 തവണ വിശദീകരണങ്ങൾ നൽകണം. ഓരോ ഷിഫ്റ്റിലും ചേഞ്ച് ചെയ്യുമ്പോൾ SP അല്ലെങ്കിൽ SPOമാർ ബ്രീഫിംഗ് നടത്തണം. ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ക്യാമറയിൽ, പോലീസുകാർ അതായത് ഈ പെട്രോളിങ്ങിനും മറ്റും പോകുന്ന പോലീസുകാർ വസ്ത്രത്തിൽ ക്യാമറ ശരിയായി ധരിക്കണം. അത് കൃത്യമായി തന്നെ നിരീക്ഷണം ഉണ്ടാകണം. ഒപ്പം തന്നെ കുറഞ്ഞത് പിക്കറ്റുകളിൽ 3 ആയുധധാരികളായ പോലീസുകാരുണ്ടാകണം. പട്രോളിങ്ങിന് ബൈക്കിൽ പോകുന്ന 2 പേരിൽ ഒരാൾ ആയുധം ധരിക്കണം. രജിസ്റ്ററുകൾ സൂക്ഷിക്കണം. ബോഡി ഓൺ ക്യാമറ 24 മണിക്കൂറും സജ്ജമായിരിക്കണം. സുരക്ഷ ഉയർന്ന നിലവാരത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നീക്കമെന്നാണ് പറയുന്നത്. ഏതായാലും സമാനമായ രീതിയിൽ നമ്മൾ ഇത്തരത്തിലൊരു നീക്കങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് ഇസ്രായേലിലാണ്. അവിടുത്തെ തെരുവുകളിലൊക്കെ പട്ടാളക്കാരും മറ്റുമൊക്കെ ഇത്തരം ക്യാമറകൾ ശരീരത്തിൽ ഇല്ലെങ്കിൽ വസ്ത്രത്തിന് മുകളിൽ ഘടിപ്പിച്ചുകൊണ്ട് 24 മണിക്കൂർ റോന്തു ചുറ്റുന്ന ഒരു കാഴ്ചയാണ്. ദില്ലിയെ പോലെ അതീവ സെൻസിറ്റീവായ ഏരിയ, പൊതു ഇടങ്ങൾ അനവധിയുണ്ട്. അനവധി പേർ, അതായത് ദില്ലിക്കാരല്ലാത്തവർ, ദില്ലിയിൽ നിന്ന് പുറത്തും മറ്റും ഉള്ളവരുമൊക്കെ എത്തുന്ന ഒരിടം. ഇവിടെ സുരക്ഷ കൂടുതൽ കർശനമാക്കുകയാണ്. പോലീസ് ഇതിനെക്കുറിച്ച് പറയുന്നത് സുരക്ഷ ഉയർന്ന നിലവാരത്തിലാക്കുന്നതിനുള്ള പദ്ധതി എന്ന് മാത്രമാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ ഇടങ്ങളിൽ ഒരു മോക്ക് ഡ്രിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ മോക്ക് ഡ്രിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പഞ്ചാബിൽ ജൂൺ 3-ന് മോക്ക് ഡ്രിൽ നടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ന്യൂസ് ഡെസ്ക് മലയാളം.